കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം കാവീട് ഗോകുലത്തിലെ ഒഴിവുള്ള 4 പശുപാലകൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് 21/2/2025 രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. 1/1/2025 20-നും 36-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. സംവരണ വിഭാഗത്തിന് നിയമാനുസൃതം വയസ്സിളവ് ഉണ്ടായിരിക്കും. യോഗ്യത പാസ് ഇൻ 7ാം ക്ലാസ്. എക്സ്പീരിയൻസ് ആസ് കൗബോയ് ഇൻ ദേവസ്വം ഫോർ 2 years. താൽപ്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകൾ, ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ എന്നിവയും ആയതുകളുടെ പകർപ്പും സഹിതം ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ രാവിലെ 9:30 മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0487 255 6335, പിന്നെ 235 248 251, അതായത് 0487 255 പിന്നെ 6 വെച്ചിട്ട് ബാക്കിയുള്ള നമ്പറുകൾ എന്ന നമ്പറിലോ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അന്വേഷിക്കാവുന്നതാണ്. ഉത്തരവിൻ പ്രകാരം അഡ്മിനിസ്ട്രേറ്ററാണ്. മറ്റൊരു അറിയിപ്പ്. ഗുരുവായൂർ ദേവസ്വം വക മലപ്പുറം ജില്ലയിലെ വെങ്ങാട് ഗോകുലത്തിൽ കരാർ തീയതി മുതൽ എല്ലാ തൊഴുത്തുകളിലും നിന്നും എസ്റ്റേറ്റ് പാടക്കിലെയും എല്ലാ സ്കറി പിറ്റുകളിൽ നിന്നുമുള്ള ചാണകവും തൊഴുത്തുകളിൽ നിന്നും സ്കറി പിറ്റുകളിൽ നിന്നും ചാണകം കലർന്ന വെള്ളവും ദേവസ്വം ആവശ്യം കഴിച്ച് ബാക്കി വരുന്നത് സ്വന്തം ചെലവിൽ അളന്ന് 1 ടൺ ചാണകത്തിന് ഇത്ര രൂപ നിരക്കിൽ 18% GST അടക്കം എടുത്തു കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 28/2/2025 തീയതി പകൽ 3:30 വെങ്ങാട് ഗോകുലം ഓഫീസിൽ ടെൻഡർ ലേലം മുഖാന്തരം നൽകുന്നതാണ്. 3 വർഷത്തേക്കാണ് കരാർ. മുദ്രവെച്ച ടെൻഡറിനൊപ്പം Rs 1,00,000 രൂപ മാത്രം നിരത ദ്രവ്യവും അടവാക്കിയ ചലാൻ DD അടക്കം ചെയ്യേണ്ടതാണ്. ടെൻഡറുകൾ അന്നേ ദിവസം പകൽ 3 മണിക്ക് മുൻപ് വെങ്ങാട് ഗോകുലത്തിലോ തലേ ദിവസം 5 മണിക്ക് മുൻപ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലോ ലഭിച്ചിരിക്കേണ്ടതാണ്. നിരത ദ്രവ്യസംഖ്യ അടവാക്കി ടെൻഡർ സമർപ്പിച്ചവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. ലേലം കഴിഞ്ഞതിന് ശേഷം ടെൻഡർ തുറന്ന് പരിശോധിക്കുന്നതും ടെൻഡറിലാണോ ലേലത്തിലാണോ കൂടുതൽ സംഖ്യ എന്നത് കണക്കിലെടുത്ത് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ അനുമതിക്ക് വിധേയമായി ടെൻഡർ ലേലം സ്ഥിരീകരിക്കപ്പെടുന്നതാണ്. സ്ഥിരീകരണം സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ സംഖ്യ പണമായി ഒറ്റത്തവണയായി വെങ്ങാട് അസിസ്റ്റന്റ് മാനേജർ മുഖാന്തരം ദേവസ്വത്തിൽ അടവാക്കേണ്ടതും 200 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന മാതൃകയിലുള്ള ഒരു കരാർ സമർപ്പിക്കേണ്ടതുമാണ്. കരാറിൻ്റെ ഉറപ്പിലേക്കായി 1,00,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടവാക്കേണ്ടതാണ്. കരാറിൽ ഏർപ്പെടുന്നവർക്ക് വെങ്ങാട് ഗോകുലത്തിൽ നിന്നും ചാണകം കലർന്ന വെള്ളവും 2 ദിവസത്തിലൊരിക്കൽ നീക്കം ചെയ്യേണ്ടതും ഉടനെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. തൊഴുത്തിൽ നിന്നും ഒഴുകി വരുന്ന ചാണകം കലർന്ന വെള്ളവും സ്കറി പിറ്റുകളിലെ ചാണകം കലർന്ന വെള്ളവും അപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ടത്. പരിസര മലിനീകരണത്തിനും ഇതു സംബന്ധിച്ച പരാതികൾക്കും ഇടവരാതെ പരിസരം വൃത്തിയാക്കി തരുന്നതിന് കരാറുകാരൻ ബാധ്യതയും
ഉത്തരവാദിത്തവും ഉള്ളതായിരിക്കുന്നതാണ്. വെള്ളം പമ്പ് ചെയ്യുന്നതിനാവശ്യമായ വൈദ്യുതി ദേവസ്വം നിശ്ചയിക്കുന്ന നിരക്കിൽ അനുവദിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വെറ്റിനറി ഓഫീസറുടെയും ജീവധനം അധികാരികളുടെയും നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ്. ടെൻഡർ ലേലം സംബന്ധിച്ച എല്ലാ നടപടികളും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും. ഇതു സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ തൃശൂർ ജില്ലാ കോടതിയെ പരിധിയിലായിരിക്കും. മുൻപ് ഏതെങ്കിലും പ്രവൃത്തിക്ക് സമർപ്പിച്ച നിരതദ്രവ്യം ഇതിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഒന്ന് ജോലി ഒഴിവ് പശുപാലനത്തിന്, ഒന്ന് അവിടുത്തെ ടെൻഡറും, ഇത് രണ്ടുമാണ് ഉള്ളത്.